കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, തിരുവചനങ്ങൾ 39 മുതൽ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ ജനനത്തോടനുബന്ധിച്ച് ഉള്ള മറ്റ് കാര്യങ്ങളെയൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ സുവിശേഷങ്ങളിൽ നിന്ന് വായിച്ചു കേൾക്കുകയാണ്. ഇന്നേ ദിവസം പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന ഒരു വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിനെ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നിടത്തെല്ലാം മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് അനുകമ്പയോടെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. സെൻസിറ്റീവ് ടു ദ നീഡ് ഓഫ് ദി അതർ പേഴ്സൺ. മറ്റൊരാളുടെ ആവശ്യങ്ങളെ, അവരുടെ വേദനകളെ, അവരുടെ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളെ, അവരുടെ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. കാനായിലെ കല്യാണ വിരുന്നിൽ നമുക്കറിയാം, ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ വീട്ടിലൊരു ആവശ്യം വന്നപ്പോൾ അവരുടെ വിഷമഘട്ടം തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി ഇറങ്ങിച്ചെന്ന് കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച ഒരാളാണ് പരിശുദ്ധ അമ്മ. കുരിശിൻ ചുവട്ടിൽ എല്ലാവരും കർത്താവിനെ ഉപേക്ഷിച്ചപ്പോഴും ഏതാനും പേരെ ചേർത്ത് നിർത്തി ആ കുരിശിൻ ചുവട്ടിൽ നിന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. മറ്റ് ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയപ്പോഴും കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ തീരുമാനിച്ച യോഹന്നാനെ തന്നോട് ചേർത്ത് നിർത്തിയ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മാനദണ്ഡം വയ്ക്കാറ്, ഇത് ഞാൻ ചെയ്യേണ്ടതാണോ, ഇത് എൻ്റെ കടമയാണോ, ഇത് എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണോ, ഇതെന്നോട് കൽപ്പിച്ചിരിക്കുന്നതാണോ, ഇത് ഞാൻ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ ചെയ്യും. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഇത് ഞാൻ ചെയ്യേണ്ടതല്ല, അല്ലെങ്കിൽ ഇത് മറ്റൊരാൾ ചെയ്യേണ്ട കാര്യമല്ല, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? പ്രിയമുള്ളവരെ, സുവിശേഷം വചനം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താ? വാക്ക് ദി എക്സ്ട്രാ മൈൽ. 1 മൈൽ ദൂരം പോകാൻ നിന്നോട് പറയുന്നതിനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. കഴിഞ്ഞ ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ 2 പേരോട് ചോദിച്ചു, അച്ഛാ, സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം ഇപ്പം എന്നോട് ഒരാൾ ഷർട്ട് ചോദിച്ചാൽ ഞാൻ ഷർട്ട് ഊരി കൊടുക്കണോ? അതോ എന്നോടൊരാൾ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യണമോ? അപ്പം എന്നെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ്, പലപ്പോഴും നമ്മൾ വചനത്തെ വാച്യാർത്ഥങ്ങളായിട്ട് മാത്രമാണ് കാണുന്നത്. കർത്താവ് എന്താ പറഞ്ഞത്? 1 മൈൽ ദൂരം പോകാൻ നിന്നോട് ചോദിക്കുന്നവരുടെ കൂടെ നീ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ഉറപ്പായും നീ 1 മൈൽ ദൂരം അവനു കൂടെ നടക്കുന്നു, അവൻ്റെ ആവശ്യത്തിൽ അവനെ സഹായിക്കുന്നു. എന്നാൽ അടുത്ത മൈൽ ദൂരം അവൻ്റെ കൂടെ നടക്കണമെന്നുള്ളത് നിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമാണ്. ആരും നിന്നെ ഫോഴ്സ് ചെയ്യുന്നതോ നിന്നോട് ചോദിച്ചത് കൊണ്ടോ അല്ല. അവരെൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് അവൻ്റെ വേദനയിലും അവൻ്റെ ഒറ്റപ്പെടലിലും പങ്കുചേരാനായിട്ട് നിൻ്റെ നന്മയിൽ നിന്ന് നീ ഇടുന്ന നിൻ്റെ ഒരു പ്രവൃത്തിയാണ് ആ 2ാമത്തെ മൈൽ ദൂരം നടക്കുക എന്നുള്ള കാര്യം. അത് ആരുടെയും ആവശ്യപ്പെട്ടത് കൊണ്ടോ കൽപ്പിച്ചത് കൊണ്ടോ നിൻ്റെ കടമയായതുകൊണ്ടോ അല്ല. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ മറ്റൊരാളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയെ സഹായിക്കാൻ തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറങ്ങി പുറപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്നത്. അവിടെ തൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് ഗർഭിണിയാണെന്ന് ഗബ്രിയേൽ മാലാഖ വഴി പരിശുദ്ധ കന്യകാമറിയം അറിയുന്നുണ്ട്. മാതാവിനോട് ഈ വൃദ്ധയായ എലിസബത്ത് ചോദിക്കുന്നില്ല, എന്നെ വന്നൊന്ന് പരിചരിക്കാമോ എന്ന് ചോദിക്കുന്നില്ല. ഇത് ഞാൻ പോകേണ്ടതാണല്ലോ, എൻ്റെ കടമയാണല്ലോ, ഞാൻ പോയില്ലെങ്കിൽ എലിസബത്ത് എന്നെ വിചാരിക്കും എന്ന് പരിശുദ്ധ കന്യകാമറിയം ചിന്തിക്കുന്നില്ല. എപ്പോഴും ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി, ഈ വ്യക്തിക്ക് അവിടെ ആവശ്യമുണ്ട്. കാരണം ആരോടും പറയാതെ വീട്ടിനുള്ളിൽ 5-6 മാസം എലിസബത്ത് ഒതുങ്ങിക്കൂടുവാണ്. കാരണം ആ പ്രായത്തിൽ താൻ ഗർഭം ധരിക്കുമ്പോൾ മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചേക്കാം? സക്കറിയ ഇത് വിശ്വസിക്കാത്തത് മൂലം അല്ലെങ്കിൽ സന്ദേഹപ്പെട്ടത് കൊണ്ട് മൂകനായി തീരുന്നു.
ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ എലിസബത്ത് ആ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ ഒറ്റപ്പെടലിലേക്ക് കയറി ചെന്നുകൊണ്ട് ആ വ്യക്തിയുടെ കൂട്ടായിരുന്നു കൊണ്ട് ശുശ്രൂഷ നൽകിയൊരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പ്രിയമുള്ളവരെ, യഥാർത്ഥ ക്രിസ്തു ശിഷ്യത്തിൻ്റെ ത്യാഗം, ശുശ്രൂഷ എന്ന് പറയുന്നത് അതാണ്. എന്നോട് കൽപ്പിക്കപ്പെടുന്നത് ചെയ്യുന്നതോ, എൻ്റെ കടമയായിട്ടുള്ളത് ചെയ്യുന്നതോ, ഞാൻ ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നതോ ചെയ്യുന്നതിനപ്പുറം കർത്താവിന് വേണ്ടി സ്നേഹത്തെ പ്രതി ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ സന്ദേശവാഹകയാകുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എലിസബത്തിൻ്റെ അടുത്ത് പരിശുദ്ധ മറിയം ചെന്നപ്പോൾ ആ ക്രിസ്തു സാന്നിധ്യത്തിൽ എലിസബത്തും ഉദരത്തിലുണ്ടായിരുന്ന സ്നാപകനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിട്ട് തീരുകയാണ്. ഈ ഒരു ആഗമനകാലത്ത് ഈശോയെ പരിശുദ്ധ മാതാവിനെ പോലെ ഉള്ളിൽ സ്വീകരിക്കുവാനും ഈശോ എന്നിൽ വളരുവാനും ഈശോ എന്നിൽ നിറയുവാനുമായിട്ട് ഞാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യം മറ്റൊരാൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകണ്ടേ? എൻ്റെ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യം മറ്റൊരാൾ അനുഭവിക്കുമ്പോൾ അവരിൽ സന്തോഷം, ആനന്ദം നിറയണ്ടേ? ചിന്തിച്ചു നോക്കണം, എൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊരാൾ ആനന്ദിക്കുന്നുണ്ടോ? എൻ്റെ സാന്നിധ്യം, എൻ്റെ വാക്കുകൾ, എൻ്റെ ഇടപെടലുകൾ, എൻ്റെ നിലപാടുകൾ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ആനന്ദം പകരുന്നുണ്ടോ? മറ്റൊരാളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതല്ല, മറ്റൊരാളുടെ ജീവിതത്തിന് എന്നിലെ ക്രിസ്തു സാന്നിധ്യത്താൽ അനുഗ്രഹമാകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ഉള്ളിൽ യഥാർത്ഥ ക്രിസ്തു സാന്നിധ്യമുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നമ്മൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. ഞാൻ എവിടെയായിരുന്നാലും എന്നിലെ ക്രിസ്തുവിനെ അടുത്തുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കും. പരിശുദ്ധ മറിയത്തെ പോലെ ഈ ഒരു ആഗമനകാലത്ത് നമ്മുടെ ഉള്ളിലെ ആ ക്രിസ്തു സാന്നിധ്യം വളരട്ടെ. ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ ഉള്ളിലെ ക്രിസ്തു മറ്റൊരാൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന്, നിറവിന് കാരണമാകട്ടെ. എലിസബത്ത് സക്കറിയയുടെ അനുഭവത്തിൽ നിന്നും മറിയത്തെ നോക്കി പറയുകയാണ്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിൻ്റെ കൃപയോടും ദൈവത്തിൻ്റെ സ്നേഹത്തോടുമുള്ള എൻ്റെ പ്രതികരണത്തിൻ്റെ ഭാഗമാണ് വിശ്വാസം. എനിക്ക് ദൈവം തരുന്ന ജീവിതത്തിൻ്റെ അവസരങ്ങളെയും ജീവിത സന്ദേശങ്ങളോടും ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതിനോട് ഏറ്റവും സ്നേഹത്തോടെ പ്രതികരിച്ചൊരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു, സന്തോഷം തരുന്ന കാര്യങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. എന്നാൽ ദൈവം എന്നോട് കൽപ്പിച്ച ജീവിതം, ദൈവം എനിക്ക് തരുന്ന ജീവിതത്തിൻ്റെ വളവുകളും തിരിവുകളുമൊക്കെ അടുത്ത വളവിൽ എന്താണ്, അല്ലെങ്കിൽ അടുത്ത ടേണിൽ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവം എനിക്ക് തരുന്ന ജീവിതത്തെ പരിശുദ്ധ അമ്മയെപ്പോലെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുമോ? ദൈവം എനിക്ക് ഒരു രോഗാവസ്ഥ അനുവദിച്ചാൽ അതിനോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുദ്ധരിക്കാൻ, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് റെസ്പോണ്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ? കർത്താവിൻ്റെ ജീവിതത്തിൽ ഭാരങ്ങൾ അനുവദിക്കുമ്പോൾ, വേദനകൾ അനുവദിക്കുമ്പോൾ, ദൈവം ഇത് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചതാണെങ്കിൽ ഞാൻ ഇതിലൂടെ കടന്നു പോകണം, ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാണെങ്കിൽ എൻ്റെ കർത്താവ് അതിനെന്നെ ശക്തിപ്പെടുത്തും എന്നൊരു ബോധ്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രതികരണം. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പരിശുദ്ധ മറിയത്തെ പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സന്ദേശങ്ങളെ സ്വീകരിക്കുവാൻ, ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിൽ അംഗീകരിക്കുവാൻ. ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതമായിരിക്കില്ല ഒരുപക്ഷെ എനിക്ക് നൽകപ്പെടുന്നത്. ഞാൻ കിനാവ് കണ്ട ഒരു ജീവിത സൗഭാഗ്യങ്ങളായിരിക്കില്ല പച്ചയായ യാഥാർത്ഥ്യം. ജീവിതം എനിക്ക് എന്ത് സമ്മാനിക്കുന്നുവോ അത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് സ്വീകരിക്കുവാനും ദൈവത്തോട് ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകുവാനും ഞാനെടുക്കുന്ന തീരുമാനങ്ങളാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതികരണം. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ നോക്കി എലിസബത്ത് പറഞ്ഞത്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയമുള്ളവരെ, ഈ ഒരു ആഗമനകാലത്ത് ആദ്യവായനയിൽ നമ്മൾ കേട്ട ഉത്തമ ഗീതത്തിൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. എൻ്റെ ആത്മാവിനോട് ദൈവത്തിൻ്റെ സ്നേഹം തുളുമ്പി നിൽക്കുന്ന വചനഭാഗങ്ങളാണ് ഉത്തമ ഗീതങ്ങൾ. അതിനകത്ത് 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പ്രത്യേകമായിട്ടും പറയുന്നുണ്ട്, എൻ്റെ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ പ്രിയൻ ചെറുമാനിനെ പോലെയാണ്, കിളിവാതിലിലൂടെ നോക്കിക്കൊണ്ട്, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു. ഈ ഒരു ആഗമനകാലത്ത് എൻ്റെ ജീവിതത്തിൻ്റെ കിളിവാതിലിലൂടെ എൻ്റെ ആത്മാവിനെ നോക്കി ദൈവം സ്നേഹത്തോടെ പറയുന്നുണ്ട്, നീ പുറത്തേക്ക് വരിക.
നീ എന്നിൽ നിന്നും മറഞ്ഞിരിക്കാതെ നിൻ്റെ ജീവിതത്തിൽ നീ എൻ്റെ സ്നേഹത്തിലേക്ക് കയറി വരിക. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും പലതരത്തിലുള്ള സങ്കടങ്ങളുടെയും ഭിത്തിക്ക് പിന്നിൽ ഞാൻ ഒളിച്ചു നിൽക്കുമ്പോഴും എൻ്റെ ദൈവം ആ കിളിവാതിലുകളിലൂടെ, ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ ജാലകങ്ങളിലൂടെ എന്നെ കാണുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നടന്നെടുക്കുവാൻ ഈ ആഗമന കാലത്ത് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.